ഇവിടെ ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് വരുന്ന സമയത്ത് കുട്ടികളുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി അത് സംബന്ധിച്ചുള്ള പരിശീലനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പോകുകയാണ്. ഇവിടെ ഏറ്റവും അവസാനമായി നടന്നത് വെൽക്കം സോങ്ങാണ്. അതിന് തൊട്ട് മുമ്പേ കുട്ടികളുടെ മനോഹരമായ ഒപ്പനയുണ്ടായി. ഇവിടെ ഈ സ്റ്റേജിൽ പ്രോഗ്രാം നടത്തുമ്പോൾ ഇതിൻ്റെ പിന്നണിയായിട്ട് ഡിജിറ്റൽ സ്ക്രീനും ഉണ്ടായിരുന്നു. പല ആളുകളും കുട്ടികളുടെ നിരീക്ഷണത്തേക്കാൾ അപ്പുറമായി ഡിജിറ്റൽ ഡിസ്പ്ലേയിലേക്കായിരുന്നു പല ആളുകളുടെയും ശ്രദ്ധ. അതിൽ മാറി മറിയുന്ന കലാരൂപങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ കലാപ്രകടനം കാണാതെ പോകുന്ന അവസ്ഥയുണ്ടാവും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അധ്യാപകരും രക്ഷിതാക്കളും നമ്മുടെ കുട്ടികൾക്ക് അനുസരിച്ചുകൊണ്ടുള്ള അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുകൊണ്ടുള്ള കലാപ്രകടനം നമ്മൾ തിരഞ്ഞെടുക്കുകയില്ല. അത് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കണം. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഏറ്റവും നല്ല രീതിയിൽ നൽകിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ കുട്ടിയെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ല. ഭൗതികത അങ്ങനെയുള്ള സാധാരണ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം 10ാം ക്ലാസ്സും 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഗ്രാജുവേഷനും ഒക്കെ വരുത്താറുണ്ട്. പക്ഷേ ഇവിടുന്ന് പഠിച്ച് LKG മുതൽ UKG ഒക്കെ ഈ സ്റ്റെപ്പായി പഠിച്ച് 7ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ പൂർണ്ണ അർത്ഥത്തിൽ പാകിക്കൊണ്ടാണ് പറഞ്ഞയക്കുന്നത് എന്ന് ഇവിടുന്ന് പുറത്തു പോകുന്ന കുട്ടികളെ നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇവിടെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ പഠിക്കുന്ന കാലത്ത് അത്തരം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു. ഇന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള അവസരങ്ങൾ, ഒരുപാട് മേഖലകൾ നമുക്ക് കാണാൻ കഴിയും. അതിനനുസരിച്ചാണ് നമ്മുടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ നമ്മൾ ക്രമീകരിക്കുന്നത്. ഇവിടെ ബഹുഭൂരിപക്ഷം രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഉമ്മമാരാണ് എന്നത് ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും ഉപ്പ ഉമ്മ, പക്ഷേ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അച്ഛനേക്കാളും കൂടുതൽ അമ്മയ്ക്ക് അതിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ കൂടുതലായിട്ട്. അപ്പോൾ ഇതിൽ അച്ഛൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ പ്രാധാന്യമില്ല എന്നുള്ളത് നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഇതുപോലെയുള്ള ആനുവൽ ഡേ, അതുപോലെ പാരന്റ് PTA മീറ്റിങ്ങുകളൊക്കെ കൂടുതലായിട്ടും കുട്ടികളുടെ രക്ഷിതാക്കളായിട്ടുള്ള പ്രധാനപ്പെട്ട ഉമ്മമാരാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മാറ്റേണ്ടതായിരുന്നു. തീർച്ചയായും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും രണ്ടു പേർക്കും ഒരേ ഉത്തരവാദിത്തമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് നിങ്ങൾ അറിയാം, നമ്മുടെ കുട്ടിക്ക് 7ാം ക്ലാസ്സിൽ നിന്ന് പോകുന്നതോടുകൂടി കുട്ടി ഏത് മേഖലയിലേക്ക് പഠിക്കണം എന്നുള്ളത് കുട്ടിയുടെ അഭിരുചി അനുസരിച്ചുകൊണ്ട് നിങ്ങൾ തീർച്ചപ്പെടുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ TRCയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ കൊമേഴ്സിന്റെ കുട്ടികളായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്താണ് കൊമേഴ്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം? അപ്പോൾ ആ കുട്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനെ പാടില്ല. ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നുകിൽ ആ കുട്ടിക്കുള്ള ഏറ്റവും ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന
രക്ഷിതാക്കൾ തീർച്ചയായിട്ടും കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ചുള്ള പഠനത്തോടെ ആയിരിക്കണം പിന്തുണ നൽകേണ്ടത്, സഹായിക്കേണ്ടത്. അല്ലാത്ത പക്ഷം കുട്ടിക്ക് താല്പര്യമില്ലാത്ത വിഷയത്തെ നമ്മൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമുക്കറിയാം ഒരുപാട് മേഖലകളുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി, വിദേശ യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മുടെ വിരൽത്തുമ്പിലാണ്. നേരത്തെ ഉള്ളവരിൽ നിന്നുള്ള വിദ്യാഭ്യാസത്തിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളെയും അന്യ രാജ്യങ്ങളെയും ആശ്രയിക്കുന്നത് വ്യത്യസ്തമായിട്ട് നമ്മുടെ വിരൽത്തുമ്പിൽ നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളും നമ്മൾ നോക്കിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടും രക്ഷിതാക്കളും അധ്യാപകരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളെ പോലെ യോജിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലും ഉള്ള വിജയ ശതമാനവും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കുട്ടികൾക്കെല്ലാം ഫുൾ A+ ഉണ്ട്. പല കുട്ടികളും 90% മാർക്ക് വാങ്ങുന്ന കുട്ടികളൊക്കെ നമുക്ക് ഇടയിലുണ്ട്. പക്ഷേ നമ്മൾ പഠനത്തിന്റെ കൂടെ തന്നെ നമ്മളൊരു കുട്ടിക്ക് ഒരു ജോലി ലഭിക്കണമെന്നുള്ളതൊക്കെ നമ്മളൊക്കെ ആഗ്രഹമാണ്. അതിനനുസരിച്ചുള്ള ബാക്കിയുള്ള പുരോഗതി നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കണം. സർക്കാർ സർവീസിലേക്കൊക്കെ കുട്ടികൾക്ക് ഈ കുട്ടികളെ നമുക്ക് ഒന്നും കൂടി ട്രെയിൻ ചെയ്ത് പരിശീലനം കൊടുക്കുകയാണെങ്കിൽ അത്തരം മേഖലയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെ 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ PSCയിലൊക്കെ കണ്ടന്റ് രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളും നിരന്തരമായിട്ടുള്ള ട്രെയിനിങ്ങും മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നിങ്ങളുടെ കൂടി ഉണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മൗണ്ട് ഹീറോയുടെ മാനേജിംഗ് കമ്മിറ്റി കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. അത് ഈ നമ്മുടെ നാടിന്റെ നമ്മുടെ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസപരമായുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറെ ആക്കം കൂട്ടുകയും ഏറെ സഹായകമായ നിലപാട് നമുക്കുണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിൽ ഇനിയും ഉയർന്നു വരാൻ മൗണ്ട് ഹീറോയ്ക്ക് സാധിക്കും.